ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊഫഷണലുകളുടെ നെറ്റ്വർക്കിംഗ് സംവിധാനമാണ് ലിങ്ക്ഡിൻ. ലിങ്ക്ഡിനകത്ത് നമുക്ക് അറിയാവുന്നതുപോലെ വലിയ തോതിലുള്ള പ്രൊഫഷണലുകൾ അതിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏകദേശം 1.2 ബില്യൺ മെമ്പർമാരാണ് ലിങ്ക്ഡിൻ പ്രൊഫഷണൽസ് ഉള്ളത്. ഏകദേശം 70 മില്യൺ കമ്പനികൾ ഇതിന്റെ ഭാഗമായി വന്നിട്ടുണ്ട്. അവരുടെ ഈ സംവിധാനത്തിൽ ഇപ്പോൾ ഒരാൾ അവരുടെ പ്രൊഫൈലിനകത്ത് തന്നെ ഇന്ന കമ്പനി എന്ന് രജിസ്റ്റർ ചെയ്യും. ആ കമ്പനിയിൽ നിന്ന് വേറൊരു കമ്പനിയിലേക്ക് മാറുമ്പോൾ ലിങ്ക്ഡിൻ അപ്ഡേറ്റ് ചെയ്യും. അങ്ങനെയുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ലിങ്ക്ഡിൻ പ്രസിദ്ധപ്പെടുത്തിയ റിപ്പോർട്ട് അത് വളരെ ശ്രദ്ധേയമാണ് സാർ. ലിങ്ക്ഡിന്റെ ഈ പ്രൊഫഷണലുകളുടെ ഇത് നോക്കുമ്പോൾ ഇന്ത്യയിൽ ഈ സ്കിൽ ടാലന്റ് പൂളിന്റെ കാര്യത്തിൽ നമ്മളിപ്പോ 9ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. അതിൽ ശ്രദ്ധേയമായത് ലിങ്ക്ഡിനകത്തുള്ള ഈ വളർച്ചാ നിരക്ക് നോക്കുമ്പോൾ അവരുടെ വളർച്ചാ നിരക്കിൽ ഈ നമ്മൾ 9ാം സ്ഥാനത്താണ് ടാലന്റ് പൂളിൽ നിൽക്കുന്നതെങ്കിലും 172% പ്രൊഫഷണലുകളുടെ കാര്യത്തിൽ കേരളത്തിലെ വളർച്ചാ നിരക്ക് എന്നുള്ളത് അഭിമാനകരമാണ്. അത് നമ്മൾ 1ാം സ്ഥാനത്താണ്. ഗുജറാത്ത് ആണെങ്കിൽ 114%, ഉത്തർപ്രദേശ് 134%, മഹാരാഷ്ട്ര 101%, കർണാടക 92%, തെലങ്കാന 131% ഗ്രോത്ത് റേറ്റ്. ഈ സാമ്പത്തിക വർഷത്തെ കണക്ക് ലിങ്ക്ഡിൻ നോക്കുമ്പോൾ അവരുടെ പ്രൊഫൈലുകൾ വന്ന മാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 40,000 പ്രൊഫഷണലുകൾ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും കേരളത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. റിവേഴ്സ് മൈഗ്രേഷൻ ഇപ്പൊ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ നിന്ന് 9,800 പേർ, സൗദി അറേബ്യയിൽ നിന്ന് 1,600 പേർ, യുണൈറ്റഡ് കിങ്ഡം 1,600 പേർ, അമേരിക്കയിൽ നിന്ന് തന്നെ 1,200 പ്രൊഫഷണലുകൾ അമേരിക്കയിൽ ജോലി ചെയ്തവർ ഇപ്പോ കേരളത്തിലെ കമ്പനികളിലേക്ക് മാറിയിരിക്കുന്നതായിട്ടാണ് ലിങ്ക്ഡിൻ റിപ്പോർട്ട് പറയുന്നത്. കർണാടകയിൽ നിന്ന് 7,700 പേർ. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ നാട്ടിലേക്ക് റിവേഴ്സ് മൈഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ ഞാൻ നോക്കുമ്പോൾ ശ്രദ്ധേയമായ ഒരു കാര്യം, ഇങ്ങനെ വരുന്നവരുടെ മൂന്നാമതായി അവർ തെരഞ്ഞെടുക്കുന്നത് ഓൺട്രപ്രണർഷിപ്പാണ്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ. അവിടെ പ്രൊഫഷണലുകളായിരുന്ന ആളുകൾ കേരളത്തിലേക്ക് മടങ്ങി വരുമ്പോൾ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി അവർ തയ്യാറാകുന്നു എന്നതും ഇതിനകത്ത് വരുന്നുണ്ട്. എന്നാൽ യാഥാർത്ഥ്യം ഇതിനേക്കാൾ കുറെ കൂടി ഉയർന്നതായിരിക്കും. ഇപ്പൊ ലിങ്ക്ഡിനകത്ത് അംഗങ്ങളായിട്ടുള്ളവരുടെ പ്രൊഫൈലിൽ വന്നിട്ടുള്ള മാറ്റത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള കണക്കാണ് സാർ. എന്നാൽ ഇതിലില്ലാത്ത മെമ്പർമാർ കൂടി നോക്കുമ്പോൾ കേരളത്തിലേക്കുള്ള ഒരു ഒഴുക്കുണ്ടാകുന്നു. അത് ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്.